ഹായ് ഓൾ, ഇന്നലെ വാങ്ങിച്ച തയ്യൽ മെഷീൻ ഒന്ന് ചവിട്ടി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ മോട്ടറിന് ഇത്തിരി പുക വരുന്നു. അങ്ങനെ അത് ഇന്ന് കടയിലൊന്ന് കാണിക്കാനായിട്ട് ആലനും ഫ്രണ്ടും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിള്ളേർ രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. ഞാൻ എടുക്കുന്ന നിക്കറിനൊന്നും ടീഷർട്ട് കാണില്ല, ടീഷർട്ട് കിട്ടിയാൽ നിക്കർ കിട്ടില്ല, ഇത് രണ്ടും കിട്ടിയാൽ ചെരുപ്പ് കിട്ടില്ല. ഇങ്ങനെ തിരക്കി തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി സമയം ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് ഞാൻ ഇന്ന് ക്രിസ്മസ് ഡെക്കറിലെ ഒരു സ്റ്റാറിൻ്റെ സെറ്റ് തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു മേക്കാത് കാണുന്നില്ല. ഇനി ഒരു വസ്തു തിരക്കാനുള്ള ത്രാണി ഇന്ന് എനിക്കില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു കഷ്ണം ഈർക്കിലെടുത്ത് അവിടെ കുത്തിവെച്ചു. 2 ദിവസത്തെ സമയം ഞാൻ ആ മേക്കാതിന് കൊടുക്കും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ. വന്നിട്ടില്ല എങ്കിൽ 5 രൂപ സെറ്റിന് വില വരുന്ന സാധനം ചിത്രയിലുണ്ട്, അത് വാങ്ങിച്ചിടും. സ്വർണം പോയാലുള്ളത്ര സങ്കടം വരത്തില്ലല്ലോ. ഇവിടെ കുറച്ച് പേരാണെങ്കിൽ ഈ പട്ടിക്കുട്ടികളുടെ അപ്പനാരാന്ന് തിരക്കിക്കൊണ്ടിരിക്കുക. അത് മോസ്റ്റ് പ്രോബബ്ലി ഷിബു തന്നെ ആയിരിക്കും കേട്ടോ. ആ സൈഡിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യുന്ന സാധനം ഷിബുവിനെ വില്യംസിന്റെ വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് അവൻ മാത്രമേ ഉള്ളൂ ഇവിടെ വന്ധീകരണം ചെയ്യാത്തത്. അപ്പം മിക്കവാറും അവൻ തന്നെയായിരിക്കും. ഇങ്ങനെ മറന്നും തിരക്കിയും ചൂടാക്കാൻ വെച്ച പന്നിക്കറി മറന്നിട്ട് അത് ഉമുക്കരി ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അല്ലന് കടലക്കറിയും കൂട്ടിയാണ് ചോറ് കൊടുത്തത്. കുറ്റബോധം കൊണ്ട് ഏതാണ്ട് യന്ത്രമായെന്ന് പറയത്തില്ലേ, അതുകൊണ്ട് രാത്രിത്തേക്ക് ദോശയും സാമ്പാറും ചമ്മന്തിയും ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോവാം. ചായ ഇടുന്നതിന് മുന്നേ തന്നെ കുരിശടിയുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ദോശമാവ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് കലക്കി വെച്ചു. രാവിലെ ഓടിപ്പിടിച്ച് സ്കൂളിലോട്ട് റെഡിയാവാൻ നേരത്ത് എടുക്കുന്ന ടോപ്പിന് പാൻറ് കിട്ടത്തില്ല. കിട്ടിയ പാൻറ്റിന് ഒരു ടോപ്പ് തപ്പി പിടിക്കാന്ന് ഓർത്താൽ പിന്നെ അങ്ങനെ ഒരു ടോപ്പും കിട്ടത്തില്ല. ദേഷ്യം വന്നിട്ട് അലമാരിയിലുള്ള മുഴുവൻ തുള്ളിയും വലിച്ച് താഴെയിടും. എന്നിട്ട് വൈകുന്നേരം വന്ന് വീണ്ടും ഇരുന്ന് അടുക്കി പറക്കി വെക്കും. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ഷോള് കിട്ടാണ്ടാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഡയലോഗാണ്, ഒരുപാട് ഡ്രസ്സ് ഉള്ളത് കൊണ്ടാണ് ഓരോന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ മറന്നു പോകുന്ന പോലെ തന്നെ നിങ്ങളിൽ പലരും മറന്നു പോകുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നത്. പിള്ളേരുടെ വാക്സിനേഷൻ കാർഡ്, വീട്ടിലെ റേഷൻ കാർഡ്, അങ്ങനെ പല പല കാർഡുകൾ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ ഹരിതകർമ്മസേനയുടെ കാർഡ്. ഈ കയറി വന്നാൽ വെച്ച പേഴ്സൺ താക്കോലും എവിടാന്ന് മാത്രം ഓർത്തിരിക്കേണ്ടവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചിലർ പറഞ്ഞിരുന്ന സൊല്യൂഷൻ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി ഒരു ബുക്കിൽ സൂക്ഷിക്കാനാണ്. ഇന്ന് തന്നെ ഇപ്പം എൻ്റെ ഡയറി കാണുന്നില്ല. അങ്ങനെ ഞാനൊരു ബുക്കിൽ എഴുതുവാണെങ്കിൽ ഇനി ആ ബുക്ക് എവിടെയെന്ന് ഓർക്കാനായിട്ട് ഞാൻ വേറൊരു ബുക്കിൽ എഴുതി വെക്കേണ്ടി വരും. എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും ഇതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലെത്തുന്നത്. നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും 2-3 കാര്യങ്ങൾ മിസ് ഔട്ട് ആവും. അത് തിരക്കി ഉള്ള നേരം മൊത്തം പോവും. എന്നിട്ട് പുറത്ത് വരുമ്പോഴോ എവിടെയെങ്കിലും പോകണമെങ്കിൽ 3 മണിക്കൂർ മുമ്പേ പറഞ്ഞാൽ റെഡിയാവാൻ പറ്റത്തുള്ളൂ. 3 മണിക്കൂറല്ല, എവിടെയെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്താലുണ്ടല്ലോ, ഒരു ദിവസം മുന്നേ ബ്രെയിൻ അതിനനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അയ്യോ, ആട്ടാനിട്ട് അരി എന്ത് ചെയ്യും, കുതിരാൻ വെച്ച കടല എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ പോകുന്നത്, ലഞ്ചിന് മുമ്പ് തിരിച്ചെത്തുവാണെങ്കിൽ ലഞ്ച് എന്ത് ചെയ്യും. പ്ലാനിങ് സെക്ഷന് മാത്രമായിട്ട് ബ്രെയിൻ്റെ ഏതാണ്ട് 1/4 ഭാഗം പോകുന്നുണ്ട്. അതാണ് ഈ 1/4 ഭാഗം കൊണ്ട് ഈ സാധനങ്ങളൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ പുറത്തു പോയേക്കുന്ന ഈ 3 ആൺതരികളില്ലേ, തിരിച്ചു വന്നെന്ന് വിചാരിക്കുക, അപ്പോഴേ തുടങ്ങും. ഇവിടെ ഇരുന്ന് സ്ക്രൂ ഡ്രൈവർ എവിടെ വെച്ചു, എൻ്റെ റൊണാൾഡോയുടെ ടീഷർട്ട് എന്തിയെ, എൻ്റെ മെസ്സിയുടെ നിക്കർ എന്തിയെ, ആ ചെറുതുപോലും, നിലുവിൻ്റെ കപ്പാട്ടം എവിടെയെന്നും ചോദിച്ചിട്ട് നേരെ എൻ്റെ അടുത്തേക്ക് വരും. അവൻ നോക്കുമ്പോൾ എവിടെയെന്നുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം എൻ്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. ചോദ്യങ്ങളുടെ ലോകത്തേക്ക് മടക്കയാത്ര.